ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഞാനിപ്പോൾ ഒട്ടും ഇതായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് വന്നതല്ല. ഞാനപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണമല്ലോ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക് എന്താണെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. റീച്ച് ഉള്ളതാണെങ്കിലും ശരി, റീച്ച് ഇല്ലാത്തതാണെങ്കിലും ശരി. മെയിനായിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. അത് വെച്ചിട്ടാണ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാനതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസി ആണ്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ താമസിച്ച് പോയത്. എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് വന്നത് അതുകൊണ്ടാണ്. ഇപ്പം 5 മന്തിലാണ് ഞാൻ. 5 മാസമായി, വയറൊന്നും ആയിട്ടില്ല ശരിക്ക്. കാരണം എനിക്ക് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഒരുങ്ങുന്നൊന്നും എനിക്ക് പറ്റില്ല. ഇങ്ങനെ ഇപ്പം മേക്കപ്പ് ചെയ്യുക, അതിൻ്റെ മണം, അങ്ങനത്തെ ഇതൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ഈ സമയത്ത് കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒട്ടും നല്ലതുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഈ ഒരുപാട് കട്ടിയുള്ള വസ്ത്രങ്ങൾ ഇറുകി പിടിച്ചതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ആയിരിക്കും അല്ലേ. ഇന്നത്തെ ജനറേഷന് കൂടുതലും നൈറ്റീസ് ഒന്നും യൂസ് ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നൈറ്റി ആണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യുന്നത്. എനിക്ക് കോട്ടൺ നൈറ്റീസ് യൂസ് ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷേ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുണ്ടാവും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലിയ ലോങ് ബനിയൻസ് കിട്ടും. അതിടുകയാണെങ്കിലും ലൂസായിരിക്കും. ഡോക്ടേഴ്സ് തന്നെ നമ്മളോടൊരു 5 മന്തിലേ പറയും ഇനിയിപ്പം ലൂസ് ഡ്രസ്സസ് ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു. എനിക്കത് ഇന്ന് വന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത്. പൊട്ടിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിന് 500 സംതിങ്ങിന് 3 കോംബോയാണ് ഞാൻ വാങ്ങിയത്. 515 രൂപയായിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൈസ് അറിയില്ല. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താണെന്ന് ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം എങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ഇതൊരു കോംബോയാണ്. 3 ആണ്. ഒന്നാമത്തെ പൊട്ടിച്ച് കാണിക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പൊട്ടിക്കാം. നെക്സ്റ്റ് ഇതാണ് മിക്കി, കൈൻഡ് ഓഫ് മിക്കിയുടെ ഒരു ഇതാണ്. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിനകത്ത് കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളറാണ്. വീഡിയോ ആയിട്ടായിരിക്കാം മേ ബി ഇങ്ങനെ ഇരിക്കുന്നത്. ഇട്ട് ഞാൻ കാണിക്കാം. ഫസ്റ്റിലത്തേത് ഇത്ര ഉണ്ട് കേട്ടോ. നീളം ഇത്ര ഉണ്ട്. എനിക്കിത് ഇവിടെ വരെ പാൻറ് കൂടി ഇടുകയാണെങ്കിൽ, പാൻറ് ഇടാമല്ലോ, നമ്മൾ പൊതുവെ പാൻറ് ഇടുമല്ലോ. അപ്പോൾ അത് ഇത്ര ഉണ്ട്. ബാക്ക് കണ്ടോ, ഇങ്ങനെയാണ്. കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ടൈമിൽ ശരിക്കും നല്ല ലൂസായിട്ട് കിടക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഈ വയറിങ്ങനെ എടുത്തിങ്ങനെ നിൽക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് കംഫർട്ടബിൾ. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാഷിന് ഇത് ക്വാളിറ്റി എനിക്ക് കഴുകിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ക്യാഷിന് വളരെ വേർത്തിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിയുമ്പോൾ അറിയാം. പിന്നെ ബനിയൻ ആയതുകൊണ്ട് വലുതായിട്ട് ചുരുങ്ങാനുള്ള ചാൻസസ് ഒന്നുമില്ല. എല്ലാത്തിനും ഇത്ര നീളമുണ്ട് കേട്ടോ. പാൻറ് ഇടേണ്ടവർക്ക് ഇടാം. ഞാൻ പാൻറ് ഇടും. ചിലരുണ്ടല്ലോ പാൻറ് ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ വേണം. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. നൈറ്റ് ഇടാൻ നല്ല സുഖമായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറച്ച് ചുരുങ്ങുമായിരിക്കും,
നമ്മൾ കഴുകുമ്പോൾ. പിന്നെ നല്ലൊരു കാർട്ടൂൺ ടൈപ്പിലെ ഇതിലാണ്. നമുക്കതുകൊണ്ടൊരു നൈറ്റിയൊക്കെ ഇടാൻ മടിയുള്ള ആൾക്കാർ കാണുമല്ലോ ഈ ടൈമിൽ. അപ്പം അങ്ങനെയുള്ളവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. ആവശ്യത്തിന് ലൂസും ആണ്, നമുക്ക് നല്ല വേർതിക്കുമാണ്. നെക്സ്റ്റ് ഇതാണ് ഒരു ആഷ് കളറും ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡും കൂടി ചേർന്ന് വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ബാക്ക് വശം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത്. ശരിക്കും എനിക്ക് ഈ ഒരു റേറ്റിന് ഇത് വളരെ കംഫർട്ടബിളായിട്ടാണ് തോന്നുന്നത്. ഇത് പിടിച്ചിട്ടും അങ്ങനെ ചൂടെടുക്കുന്ന മെറ്റീരിയലോ അങ്ങനെയൊന്നുമല്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇതിങ്ങനെ അങ്ങനെ ശരിക്കും കാണുന്ന ടൈപ്പൊന്നുമല്ല. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചാണ് ഇടേണ്ടത്. ഇപ്പം ഇതിലൂടെ പാൻറ് ഇടാൻ താല്പര്യമില്ലാത്തവർ പാൻറ് ഇടണ്ട, ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഞാൻ പാൻറ് ഇടാനാണ് എനിക്ക് പാൻറ്റാണ് പാവാട കെട്ടുന്നതിലും കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ പാൻറ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വലുതായിട്ടുള്ളത് മേടിച്ചത്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇത് പെയ്ഡ് പ്രമോഷൻ അല്ല.